അങ്ങനെ നമ്മൾ കൊല്ലങ്കോട് എത്തിയിട്ടോ. കൊല്ലങ്കോട് എത്തുമ്പോൾ തന്നെ ആ മലകളുടെ ആ ഒരു വ്യൂ തന്നെ അടിപൊളിയാണ്. ഇവിടെ ഈ പാടത്തിന് നടുക്ക് തന്നെ കണ്ടില്ലേ, അവിടെ ആ ദൂരെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, അവിടെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ ജസ്റ്റ് കുറേ പാട്ടൊക്കെ ഇട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അവിടെ കയറുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് ഇവിടെ പുറത്ത് നിന്നിട്ടുള്ള ഈ ഒരു ഭംഗി ആസ്വദിക്കുക എന്നുള്ളൊരു ലെവലിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്, കണ്ടില്ലേ. തമിഴ്നാട്ടിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെയാണ് കേട്ടോ ആൾക്കാർ വരുന്നത്. ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി ആയിരിക്കും. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി കിടന്ന് കളിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ. ഇവിടെ ഒരു ചെറിയൊരു തട്ടുകടയുണ്ട്. തട്ടുകട പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളൊരു കടയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്, കിടിലൻ കാറ്റാണ് കേട്ടോ. ഒരു മഴ പെയ്യുന്നുള്ളൊരു ലെവല്, പക്ഷേ മഴയില്ല, നല്ലൊരു ക്ലൈമറ്റ്. അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. അവിടെയാണെങ്കിൽ ചെക്കന്മാർ ഫുള്ള് ഫോട്ടോഷൂട്ടിലാണ്. മഴ കിട്ടുകയായിരിക്കും, പക്ഷെ ഇതുവരെ മഴ പെയ്തിട്ടില്ല. ഞങ്ങൾ എന്താ പറയുക, മഴയൊക്കെ ഉണ്ടാവാറുണ്ട്, പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് കിട്ടിട്ടോ. ഇവിടെ ഒറ്റ പോസാണ്, എല്ലാവർക്കും ഒറ്റ പോസ് മതി, പക്ഷെ അതിനുള്ള ഉണ്ട് കേട്ടാ. ആ ഒരു ഇതിനുള്ള സംഗതി ഉണ്ട്. ഇതാ ഇവിടെ ഗിംബലൊക്കെ വെച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്, വീഡിയോഗ്രാഫിയൊക്കെ. ഇവിടെ ഗിംബലൊന്നും വേണ്ട, നമുക്ക് മൊബൈൽ മാത്രം മതി, കയ്യും മാത്രം മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള ലെവലിലാണ്. ഇവിടെയാണെങ്കിൽ ഗിംബലും വേണ്ട, മൊബൈലും വേണ്ട, നമുക്ക് കണ്ണ് മാത്രം മതി പറഞ്ഞിട്ട് അവരവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വിട്ടു, നേരെ സീതാക്കുണ്ട് വാട്ടർഫാളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പക്ഷെ പോകണ വഴിക്ക് ചെറുതായി വഴി തെറ്റി തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ ഏതൊക്കെയോ റൂട്ടിൽ കയറിപ്പോയി. പക്ഷേ അവിടെ ഈ ഒരു റൂട്ട് എങ്ങോട്ട് പോയാലും രസമുണ്ടോ കാണാൻ. എങ്ങോട്ട് പോയാലും മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആ മലനിരകളുണ്ടല്ലോ, ഈ ഒരു മലനിരകളാണ് മെയിൻ അട്രാക്ഷൻ കേട്ടോ. എങ്ങോട്ട് പോയാലും നല്ല ഭംഗിയെ കാണാൻ. അങ്ങനെ നേരെ പോയി വഴിതെറ്റിപ്പോയി, അവിടെ ഡെഡ് എൻഡിൽ പോയി എത്തിയിട്ടോ. എന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് വീണ്ടും ശരിക്കുള്ള റൂട്ടിലേക്ക് കയറി ചെന്നു. ഇനി ഇതാണ് സീതാർകുണ്ടിലേക്കുള്ള വഴി കേട്ടോ. വണ്ടി ഇവിടെ നിർത്തിയിട്ട് സീതാർകുണ്ട് വാട്ടർഫാൾ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഫുള്ള് ചളിയാണ്, മഴയൊക്കെ പെയ്തിട്ടേ. ഓ ശോകം സീന്. ഇപ്പൊ ചളിയായേനെ അല്ലേ ഷിബിലെ? ചളിയായേനെ. ഇവിടെ ഐസ്ക്രീം, കടല, എക്കോ ഷോപ്പ്, ടിക്കറ്റ് കൗണ്ടർ. ടിക്കറ്റ് വേണം അവിടെ ഉള്ളിൽ പോണെങ്കിൽ. സീതാർകുണ്ട് ഇക്കോ ടൂറിസം കേന്ദ്രം. ഇവിടെ ടിക്കറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ പോവാന്. എക്കോ ഷോപ്പ്, വെള്ളച്ചാട്ടം, ടിക്കറ്റ് കൗണ്ടർ. ഐ ലവ് സീതാർകുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കുട്ടികൾ 20, വിദേശികൾ 100. നല്ല സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ കേറുമ്പോഴത്തേനെ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. ടിക്കറ്റ് കാണിച്ചിട്ട് വേണം പോവാന്. പ്രൊഹിബിറ്റഡ് പ്ലാസ്റ്റിക് പ്രൊഹിബിറ്റഡ്. ഇതെന്താ അങ്ങനെ? അതല്ല,
ഇങ്ങനെയാണോ മുമ്പുണ്ടായത്? All of us standing here. മുമ്പത്തെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഗ്രില്ലൊക്കെ കിട്ടിട്ടേ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഉള്ളൂ കേട്ടോ. ഇത് സംഗതി പച്ച ഫ്ലോപ്പായി. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പണ്ട്. പച്ച ഫ്ലോപ്പ് പറഞ്ഞാൽ പച്ച ഫ്ലോപ്പ്. 30 രൂപയാണ് ഇവിടെ എൻട്രി ഫീ വാങ്ങുന്നത്. എന്തിനാവശ്യമില്ലാണ്ട് ദൂരെ നിന്നിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാനാ. അയ്യേ, വളരെ മോശം. ഒരു 2 മിനിറ്റും കൂടി ഇല്ല, ഒറ്റ മിനിറ്റിന് നമുക്ക് ഇതിന്റെ മേലെ കയറാൻ പറ്റും ടിക്കറ്റ് കൗണ്ടറിന്റെ അവിടെ നിന്ന്. മോശം കേട്ടോ. അങ്ങനെ നമ്മൾ സീതാകുണ്ട് വാട്ടർഫോളിന് തിരിച്ചു വിട്ടു. അവിടെ നമ്മൾ അധികം നേരം നിൽക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. സംഗതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലോപ്പായിട്ടോ. അവിടെ ഒന്നും കാണാനില്ല കാരണം ഒന്നും കാണാനില്ല. 30 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്, പക്ഷേ അതിനുള്ളതൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നേരെ അവിടെ നിന്ന് തിരിച്ചു. ജസ്റ്റ് ആ ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളൊരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു, അത് അങ്ങോട്ട് ക്ലിയർ ചെയ്തു. അവിടെ നിന്ന് നേരെ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇപ്പോൾ ഒരു പാറിൻ്റെ മേലെ ഒരു വീടും അവിടെ ഫുഡ് കൊടുക്കുന്ന കുറച്ച് ചേച്ചിമാരൊക്കെ ഉള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. ആ സ്ഥലത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോയത്. പക്ഷേ അവിടെ അവർ ക്ലോസ് ചെയ്തു. ആ വഴി മൊത്തത്തിൽ അവർ ക്ലോസ് ചെയ്തു. കാരണം ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് അവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കാരണം കൊണ്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാരണം അവർ ആ ഒരു ഏരിയ മൊത്തത്തിൽ അങ്ങോട്ട് ക്ലോസ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോണ ഒരു റൂട്ടിൻ്റെ ഒരു ഭംഗിയാണ് കേട്ടോ അത്. നമുക്ക് ആ വഴിക്ക് പോകാം, പക്ഷേ ഇങ്ങനെയുള്ള ഭംഗികളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് തിരിച്ചു വരാം. ആ ഒരു വീട്ടിലേക്ക് നമുക്ക് ഇപ്പോൾ പ്രവേശനമുള്ള സംഗതി ക്ലോസ്ഡ് ആണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ പോകുന്നത് അവിടെ കറുപ്പുസ്വാമി ക്ഷേത്രം, ഒരു ക്ഷേത്രമുണ്ട്. അവിടെ നല്ലൊരു ആംബിയൻസ് ആണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മഴയൊക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. മഴയത്ത് ബൈക്കിൽ പോവുക, കൊല്ലംകോടിൻ്റെ ആ ഭംഗി ആസ്വദിക്കുക എന്നുള്ളൊരു ലെവലിലൊക്കെയാണ് നമ്മൾ വന്നത്. പക്ഷെ മഴ കിട്ടിയില്ല. പക്ഷേ ചൂടുണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റായി. അത് കാരണം കൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ ആ അമ്പലത്തിൻ്റെ ആ കുളമാണ് കേട്ടോ, താമരക്കുളമാണ് ഈ കാണുന്നത്. അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് 2-3 താമരകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലോട്ട് പോയി അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയരികിലൊക്കെ നോർമലി എല്ലാ അമ്പലങ്ങളുടെ സൈഡിലൊക്കെ കാണുന്ന പോലെ കുറേ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് ടൂറിസ്റ്റുകളിൽ ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി ഞങ്ങൾ പോയ ടൈമിൽ കുറവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം കേട്ടോ. ഇവിടെയാണ് കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവാനും വീടില്ലാത്തവർക്ക് വീടുണ്ടാവാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നൊരു സ്ഥലം എന്നാണ് പറയുന്നത്. കണ്ട വീടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. വീട് അതേപോലെ തന്നെ തൊട്ടിലും കാര്യങ്ങളൊക്കെ അവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. സെറ്റ് സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കിഴങ്ങനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സെറ്റായിട്ടുണ്ട്. ഈ മെയിൻ എന്താ അറിയോ, ഈ ഒരു മരം ഉണ്ടല്ലോ, ഇതിൻ്റെ ആണ് ഒരു കിഡിലൻ ആംബിയൻസ് കേട്ടോ. ഒരു പ്രത്യേക ഭംഗി കേട്ടോ അവിടെ വരാന്. മരത്തിന്റെ ആ ഒരു ഒന്നും പറയാല്ല.
കണ്ടില്ലേ? അങ്ങനെ കറങ്ങി നമ്മൾ അവിടെയാണ് താമരക്കുളം ഉള്ളത് കേട്ടോ. താമരക്കുളത്തിലേക്ക് പോവാം. കണ്ട വഴി കൂടെ ഒക്കെ വന്നിട്ടേ എവിടേക്കൊക്കെയോ എത്തിയിട്ടുണ്ട്. പക്ഷെ നൈസ് സ്പോട്ട് കേട്ടോ. നല്ല സ്പോട്ടാണ്. വെള്ളോടി സ്പോട്ടാ തോന്നുന്നുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് ബ്രാൻഡും കുപ്പികളും നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. തിരിച്ച് എടാ നോക്കടാ, അങ്ങോട്ട് പോകാൻ പറ്റൂടാ. അത്ര പിള്ളേരുണ്ടാ അങ്ങോട്ട്. അവിടുന്ന് കണ്ട സ്ഥലം അതാണതില്ലേ? ചെല്ലാൻ ചേട്ടന്റെ കടയിൽ നിന്നും വെള്ളപ്പുറം നല്ല പരിപ്പോട. അടിപൊളി.